സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിനയനാണെങ്കിൽ രാവിലെ തന്നെ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കാപ്പി മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദ്യം അമ്മായി വരുന്നത്. അമ്മായി ആണെങ്കിൽ കാപ്പിയായിട്ടാണ് വരുന്നത്. നമ്മുടെ ധനലക്ഷ്മി ഉണ്ടാക്കി വെച്ചിരുന്ന ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇൻഡയറക്റ്റായിട്ട് വിനയൻ സാറിനെ കല്യാണം കഴിക്കണം എന്നുള്ള രൂപത്തിൽ സംസാരിക്കുകയും വിനയനാണെങ്കിൽ മയക്ക് അമ്മായിയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മായി അങ്ങ് പോകുമ്പോഴത്തേക്കും അയാൾ മനസ്സിൽ വിചാരിക്കുന്നു ഹോട്ടലിലേക്ക് പോകാൻ നിന്നതാ, എന്തായാലും ഇതൊരു ഉപകാരമായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി കാപ്പി കഴിക്കുന്നുണ്ട്. അതേസമയം സമയത്ത് ഫുഡൊന്നും കഴിക്കാതെ ക്ഷീണവും ബി.പിയും അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് സുജാതയാണെങ്കിൽ തീരെ വയ്യാണ്ടായിരിക്കുന്ന ആ സമയത്ത് കൃപമോളും സാഗറും കൂടി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട് വലിയ പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, പിന്നെ ഫുഡ് കഴിക്കാത്തതിൻ്റെയും ടെൻഷൻ്റെയും പ്രശ്നമാണ്, വലിയ വിഷമമൊന്നുമില്ലെങ്കിൽ ആ ടെൻഷൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ ആ വിഷയം അങ്ങ് വിടുന്നതായിരിക്കും നല്ലത്, ഈ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് കൊടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും സാഗറാണെങ്കിൽ ഡോക്ടറിനോട് മാറി നിന്ന് ചോദിക്കുന്നു, പ്രശ്നമൊന്നുമില്ലല്ലോ, ടെൻഷൻ അടിക്കേണ്ട വേറെ വല്ല കാര്യങ്ങളും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, സമയത്ത് ഫുഡ് കഴിച്ച് ഈ മരുന്നുകളും കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കൃപമോളോട് സാഗർ പറയുന്നുണ്ട് ഈ മരുന്ന് ഓഫീസിലെ ഒരാളെ വിട്ട് മേടിപ്പിച്ചുകൊണ്ട് വരാം, കൃത്യമായിട്ട് അമ്മ കഴിക്കുന്നത് മോൾ നോക്കിക്കണം എന്ന് പറയുന്ന സമയത്ത് സുജിയാണെങ്കിൽ വന്ന് സാഗറിനോട് പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല, എനിക്ക് മരുന്നൊന്നും വേണ്ട സാഗർ, എനിക്ക് എൻ്റെ മോനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയുന്നു. അപ്പം മോനെ കണ്ടാൽ മതി എന്ന് പറയുമ്പം കൃപയും സാഗറും വിചാരിക്കുന്നത് ബലരാമനെ കാണണമെന്നാണ് സുജ പറയുന്നതെന്നായിരുന്നു. പക്ഷേ കൃഷിനെ കാണണമെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷമാകുന്നു. കൃഷിനെ കാണണമെന്ന് സുജാത പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ എനിക്ക് ഇപ്പോൾ കാണണം, ഇങ്ങോട്ടേക്ക് വരുമോ അതോ ഞാൻ അങ്ങോട്ടേക്ക് പോകണോ എന്ന് പറയുമ്പം സാഗർ പറയുന്നു നിനക്ക് കൃഷിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏത് സമയം ഏത് സാഹചര്യമാണെങ്കിലും കൃഷി ഇങ്ങോട്ടേക്ക് ഓടിക്കെതച്ച് വരും, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുമ്പം കൃപ പറയുന്നു വേണ്ട അച്ഛൻ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വരാം, ഏട്ടൻ ഈ ഒരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് കൃപയാണെങ്കിൽ സാഗറിനോട് അനുവാദം ചോദിച്ചിട്ട് കൃഷിനെ കൂട്ടാൻ പോകുന്നു. അതേസമയം മറ്റേ അമ്മായി വിനയനാണെങ്കിൽ ഫുഡ് കഴിച്ച് പാത്രമൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്ന ആ സമയത്ത് ഫുഡുമായിട്ട് വരുന്നുണ്ട്, ദോശയും ചട്നിയും സാമ്പാറുമായിട്ടാണ് വരുന്നത്. അപ്പം മറ്റേ അമ്മായി ഫുഡ് കൊണ്ടൊന്ന് കൊടുത്ത കാര്യമൊന്നും വിനയൻ പറയുന്നില്ല. ഈ അമ്മായിയും വിനയന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കൊണ്ടുവരുന്നത്. എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഫുഡ് മേടിക്കാൻ പോയതാ, ഗ്യാസ് കയറിയതാ എന്നും പറഞ്ഞുകൊണ്ട് ഏമ്പക്കമൊക്കെ വിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം, ഞാൻ ഫുഡ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫുഡ് തനിക്ക് വേണ്ട, ഗ്യാസ് കയറിയ സമയത്ത് ഇപ്പോൾ ഇരുന്ന് കഴിച്ച ഫുഡ് തനിക്ക് ഇറങ്ങില്ലെന്നും അങ്ങനെ എണീറ്റ് പോകേണ്ടി വരും, ഇത്തിരി കഴിഞ്ഞ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ ആ അമ്മായി വിവാഹത്തെക്കുറിച്ച് ജീവിത പങ്കാളിയെ കൂടെ കൂട്ടുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് വിനയൻ നാണത്തോടെ നിൽക്കുന്നു. ശേഷം അമ്മായി അങ്ങ് പോകുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി ഫുഡ് വന്ന് എൻ്റെ വയറ് പൊട്ടിക്കുമെന്നാണ് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് വിനയനാണെങ്കിൽ മനസ്സിൽ ആലോചിച്ച് നിൽക്കുന്നു. അതേസമയം കൃഷും ദേവ്ജിയും കൺമണിയൊക്കെ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ രാവിലത്തെ കാപ്പി എന്തായാലും സൂപ്പറായെന്ന് ദേവ്ജി ആണെങ്കിൽ കൺമണിയെ അനുമോദിക്കുന്നു. പണ്ടത്തെ കാലത്ത് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പിട്ട് ഇന്നത്തെ കാലത്തെ പോലെ ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച്ഡ് മാരേജാണ്. അപ്പം നമ്മൾ എന്താ ആലോചിക്കുന്നതെന്ന് അറിയാമോ? അപ്പം കൃഷി പറയുന്നുണ്ട് പെൺകുട്ടി വീട്ടിലെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുമോ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, നല്ല പാചകം ചെയ്യുന്ന പെൺകുട്ടിയാണോ എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. കാരണം ആ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അപ്പോൾ സാറ് ഒരു ചെറിയ സ്ത്രീവിരോധിയാണല്ലേ, അടുക്കളയിൽ പെൺകുട്ടികൾ തളച്ചിടണമെന്നുള്ളൊരു മനോഭാവം ഉള്ളതാണോ, നീ അങ്ങനെ സോഷ്യലിസ്റ്റ് ഒന്നും കളിക്കേണ്ട, ഞാൻ പറഞ്ഞതിൽ അല്പം വാസ്തവമൊക്കെ ഉണ്ട് എന്ന് ദേവ്ജിയും പറയുന്നു. അതേസമയം കൃപയാണെങ്കിൽ ഓടിക്കെതച്ച് വരുന്നുണ്ട്, കൃഷിയേട്ടാ ഇതുപോലെ അമ്മയ്ക്ക് തീരെ വയ്യ, ഫുഡൊന്നും കഴിക്കാതെ അവശയായിട്ടിരിക്കുന്നു, ഏട്ടനെ കാണണമെന്ന് പറയുന്നു, വാ ഏട്ടനെയും കൂട്ടി പോകാനാണ് ഞാൻ വന്നത്, ഇപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞ് കയ്യിലേക്ക് വിളിക്കുമ്പം കൃഷി പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല. അപ്പോൾ കൺമണിയും ദേവ്ജിയൊക്കെ പറയുന്നു കൃഷി അമ്മയ്ക്ക് വയ്യെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ, കാരണം അത്ര അപമാനപ്പെട്ടിട്ടാണ് കൃഷി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മാത്രമല്ല സത്യങ്ങളൊക്കെ അറിഞ്ഞ് ആദ്യം ഒരുപാട് തരം തിരിച്ച് കാണിച്ചിരുന്നു, ബലരാമനോട് കൂടുതൽ സ്നേഹം കാണിച്ച് എങ്ങനെയൊക്കെ കൃഷിനെ അവോയ്ഡ് ചെയ്യാം അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ കൃഷിന് സംശയം ഉണ്ടായിരുന്നു തൻ്റെ അമ്മ എന്തിനാണ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. എന്നിട്ട് ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് വീണ്ടും കൃഷിയുമായിട്ട് പിണക്കമൊക്കെ മാറി വീണ്ടും കൂട്ടുകൂടി തൊട്ട് പിന്നാലെ സുജയുടെ സ്വഭാവം വീണ്ടും മാറി എല്ലാവരുടെയും മുമ്പിൽ ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞ് തന്നെ അപമാനിച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് കൃഷി അവിടെ തുടരുന്നത് എന്നുള്ള കാര്യം സുജയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ മനസ്സിനെ എത്രമാത്രം കീറി മുറിക്കാം അത്രമാത്രം വിഷമിപ്പിച്ചിരുന്നു സുജ. അതൊന്നും പൊറുക്കാൻ കൃഷിനെയും കൊണ്ടാകുന്നില്ല.
സാഗറിനോടും കൃപമോളോടും ബലരാമനോടും ഒക്കെ കാണിക്കുന്ന സ്നേഹം സുജയോട് കാണിക്കാൻ തൽക്കാലം പറ്റുന്നില്ല. അപ്പം തന്നോടൊപ്പം ഇപ്പോൾ വന്നില്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിയമ്മയെ കാണാനോ അമ്മയെ കാണാനോ അച്ഛനെ കാണാനോ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഇനി മേലി വന്നു പോരുത് എന്ന് പറഞ്ഞ് കൃപയാണെങ്കിൽ കൃഷിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഇനി ആരെയും കാണാൻ താൻ വരുന്നില്ല പോരെ എന്ന് പറഞ്ഞിട്ട് കൃഷി ആണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. അപ്പം കൺമണി എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാനൊന്ന് കൈ കഴുകുന്ന താമസമേ ഉള്ളൂ, ഞാൻ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ദേവ്ജിയോട് അനുവാദം ചോദിച്ച് കൺമണിയാണെങ്കിൽ കൃപമോളോടൊപ്പം പോകുന്നുണ്ട്. ഇനി ആരെയും കാണാൻ അങ്ങോട്ടേക്ക് വരണ്ട, ഞാനും പിണങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കൃപയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പം ദേവ്ജി എന്ത് വേണം എന്നറിയാൻ വയ്യാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. കൃപ പോകുന്നതിനും വിട്ട് പറഞ്ഞിട്ടുണ്ട് ദേവ്ജിയോട് ചേട്ടൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന്. ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും കൃഷിൻ്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല എന്നുള്ള കാര്യം ദേവ്ജിക്കും അറിയാം. അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ രാവിലെ 5 മണിക്ക് തന്നെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്ത സാധനങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വന്ന് തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നുമില്ല. ചട്നിയും സാമ്പാറും ദോശയും ഒന്നുമില്ല. താൻ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെ എന്നറിയാൻ മേലാതെ അമ്മായിമാരെ വിളിക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് വരുന്നു. നീ എന്തിനാ രാവിലെ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്? ഇന്നും രാവിലെ വഴക്കിനുള്ള പുറപ്പാടാണോ? പിന്നെ ഞാനല്ലേ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്. എന്തായാലും അമ്മായിമാരും കൂടി വരട്ടെ, ഇവിടെ എല്ലാവരും കൂടി വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ ആരെങ്കിലും ഫുഡ് കഴിച്ചോ, അച്ഛൻ കഴിച്ചോ, അമ്മായിമാർ കഴിച്ചോ എന്ന് നോക്കുമ്പോൾ ആരും കഴിച്ചില്ല. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ ഞാൻ 5 മണിക്ക് എണീറ്റ് ഉണ്ടാക്കിയതാ. ഒരാൾ ഭക്തി ഭജനയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഒരാൾ ക്ഷീണം, ഒരാൾക്ക് മേക്കപ്പ്. അടുക്കളയിൽ കയറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതാണോ നിൻ്റെ പ്രശ്നം? ശ്രീനിവാസൻ പറയുന്നു, എങ്ങനെയാണെങ്കിൽ നാളെ മുതൽ 3 പേരും നിന്നോടൊപ്പം സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം നീ അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നീ ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ അത് നാളത്തെ കാര്യമല്ലേ, ഇന്നത്തെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാവിലെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും കാണുന്നില്ല. അത് വല്ല പട്ടിയും എടുത്തുകൊണ്ട് പോയി കാണുമെന്ന് പറയുമ്പം ആ പട്ടി ഏതാണെന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ധനലക്ഷ്മിയും കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പം അമ്മായിമാരാണെങ്കിൽ കണ്ട ഭാവയെ നടിക്കുന്നില്ല. അപ്പോഴും ധനലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ആരാന്ന് വെച്ചാൽ സത്യം പറ, ഞാനിനി മേലി ഒന്നും ഉണ്ടാക്കത്തില്ല, അഥവാ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ധനലക്ഷ്മിയാണെങ്കിൽ ചൂടായി പറയുന്ന സമയത്ത് അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർ പറയുന്നത് ഞാനൊന്നും കണ്ടില്ല, എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് മുങ്ങുന്ന ആ ഒരു ഭാഗത്ത് അമ്മായിമാരുടെ കള്ളത്തരം പൊളിക്കാൻ നിൽക്കുന്ന ധനലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.